അവർ RSS പണ്ട് RSS ശാഖകളിൽ നടത്തുന്നതാണ് ഈ പാദപൂജ. അവർക്കൊക്കെ പ്രാന്ത, അല്ല എന്ത് പറയാൻ, നമുക്ക് ഒന്നും പറയാനില്ല. എൻ്റെ മോനെ കൊണ്ട് കാല് കഴിപ്പിക്കും, ഞാൻ ചെയ്യിപ്പിക്കില്ല. ഗുരുവിന്റെ കാലാണ് നല്ല കാര്യമില്ലേ? അധ്യാപകരെ വന്നിക്കാം, കാല് തൊട്ട് വരും, അത് 100% ശരിയാണ്. പക്ഷേ ഇത് കാല് കഴിയുന്നതൊന്നും ശരിയല്ല. അത് ബൈബിളിലല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആദരവാണെങ്കിലും ബഹുമാനമാണെങ്കിലും അത് കാണിക്കേണ്ടത് കാലിൽ വീണുകൊണ്ടാണോ? പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ട് പാദപൂജ ചെയ്യിക്കുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത്? ജനങ്ങൾക്കും പറയാനുണ്ട്. വിദ്യാർത്ഥികൾ അധ്യാപകരെ ബഹുമാനിക്കണം, അത് ഓക്കെയാണ്. പക്ഷെ പാദപൂജ വളരെ മോശം പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. RSS അജണ്ട തന്നെയാണ്. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ടീച്ചേഴ്സ് പറയുന്നത് അവരനുസരിക്കുന്നു, അത്രമാണ്. ഗുരുക്കന്മാരെങ്കിൽ നമ്മളങ്ങനെ വന്ദിക്കണമെന്നുള്ളതല്ലാതെ അവരുടെ പാദം കഴുകിയേ സേവിക്കാവൂ അങ്ങനെയൊന്നും ഇല്ലല്ലോ. കേരളത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ജനകീയമായ രീതിയിൽ ഒരിക്കലും പറ്റില്ല. ഗുരു പൂജയൊക്കെ പണ്ട് കാലത്തുള്ളതായിരുന്നു. ഗവർണറായിരിക്കും അതിന് നേതൃത്വം കൊടുത്തെന്ന് വേണം സംശയിക്കാനായി. അതൊന്നും പാടില്ല, അതിനൊക്കെതിരെ തന്നെയാണ്. റെസ്പെക്ട് ചെയ്യണം, എല്ലാ തരത്തിലും റെസ്പെക്ട് ചെയ്യണം. കാല് കഴുകുക എന്നുള്ളത് അത് ബൈബിളിലല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് നോക്കിയാൽ മതി. ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അവർക്കൊക്കെ പ്രാന്ത, അല്ല എന്ത് പറയാൻ, നമുക്ക് ഒന്നും പറയാനില്ല. ഇപ്പോഴത്തെ തലമുറയിൽ അതൊന്നും അംഗീകരിക്കത്തൊന്നുമില്ല. എൻ്റെ മോനെ കൊണ്ട് കാല് കഴിപ്പിക്കും, ഞാൻ ചെയ്യിപ്പിക്കില്ല. അല്ല RSS ആയാലും എന്തായാലും ചെയ്തത് എന്തായാലും കുഴപ്പമാണ്. പക്ഷേ അടിച്ചേൽപ്പിച്ച് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഗുരുക്കന്മാരോടൊരു ബഹുമാനം കുട്ടികളിൽ ഉണ്ടാവാൻ ഉദ്ദേശിക്കുന്ന നല്ല കാര്യമാണ്. കാര്യം ഇപ്പോഴത്തെ ഈ ഡ്രഗ്സും ഇതുപോലുള്ള വലിയ വിഷയങ്ങളൊക്കെ ഉള്ള സമയത്ത്. പക്ഷേ അതിന് ഈ കാല് കഴുകിയാൽ മാത്രമേ അതിനൊരു ബഹുമാനം ഉണ്ടാവൂ എന്ന് പറയുന്നിടത്താണ് ഈ പറയുന്ന ചിന്താഗതികൾ കടന്നുകൂടുന്നത്. അവർ പണ്ട് RSS ശാഖകളിൽ നടത്തുന്നതാണ് ഈ പാദപൂജ. അത് സ്കൂളിലും കൊണ്ടുവന്ന് എല്ലാ RSS വൽക്കരിക്കാനുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ കൃത്യമായിട്ട് ഹിന്ദു രാജ്യം കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. എല്ലായിടത്തും പാദപൂജ ഉണ്ടാക്കും, എല്ലായിടത്തും ആ ഒരു ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഓരോ കാര്യങ്ങളിലും അവർ ചെയ്യുന്നുണ്ട്. അത് ഈ പാദപൂജ മാത്രമല്ല, യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ അവരുടെ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട്. ഗുരുവിന്റെ കാലാണ് നല്ല കാര്യമില്ലേ? പക്ഷേ ഈ പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല, അത് കുട്ടികൾ അറിഞ്ഞാണ് ചെയ്യേണ്ടത്. അധ്യാപകർ എന്ന് പറയുമ്പോൾ ദൈവത്തിന് തുല്യമാണ് എന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ എത്രയോ എല്ലാ മതങ്ങളിലുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഒരു ആൾക്കാരിങ്ങനെ മാത്രമായിട്ട് കൊടുക്കുന്നത് ശരിയുള്ള ഏർപ്പാടല്ല. അത് പാദപൂജയുടെ ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നതെങ്കിൽ ഇപ്പം ഞാൻ ചിലപ്പം വിദ്യാഭ്യാസം നേടത്തില്ല. എന്നെ പോലുള്ള ധാരാളം ആളുകൾക്ക് ചിലപ്പം വിദ്യാഭ്യാസം കിട്ടില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പഞ്ചമിക്ക് വിദ്യാഭ്യാസം കിട്ടില്ല. കൊച്ചുകുട്ടികൾ അങ്ങനെ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. കാല് കഴുകി വൃത്തിയാക്കുന്നില്ല, പക്ഷേ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കണം. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ നിർബന്ധത്താൽ ഒരു കുട്ടി അങ്ങനെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് തെറ്റാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ഒരു റെസ്പെക്റ്റ്, ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ് കൂടുതൽ വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികളെ കൊണ്ട് കാല് കഴിയിക്കുമ്പോൾ മാനസികമായിട്ടും ചില കുട്ടികൾക്കെങ്കിലും അതിലൊരു വൈഷമ്യം ഉണ്ടാകും. അപ്പോൾ കുട്ടികളെ കമ്പൽ ചെയ്തുകൊണ്ട്, അതിപ്പോൾ കമ്പൽ ചെയ്തുകൊണ്ടല്ല എന്ന് സ്കൂൾ അധികൃതർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞാൽ പോലും ഒരിക്കലും ഒരു കൊച്ചുകുഞ്ഞും സ്വന്തം ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം അതിലേക്ക് വരും എന്ന് തോന്നുന്നില്ല. ഇന്ന് ശാസ്ത്രവും നമ്മുടെ ജിയോഗ്രഫിയും ബയോളജിയും എല്ലാം കൂടെ ഉള്ള ഒരു കാലഘട്ടത്തിൽ അധ്യാപകരെ സുഹൃത്തുക്കളായിട്ട് കാണുന്ന ഒരു കാലം, അത്രയേ ഉള്ളൂ. മാറിയ ഒരു ലോകോത്തര നിലവാരമുള്ള യൂത്തിനെ തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ ഒരു അപകടം മാത്രമായിട്ട് അതിനെ കാണാൻ പറ്റും, അല്ലാതെ അതിനെക്കുറിച്ച് വേറൊന്നും പറയാനില്ല.